ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൈകൊണ്ട് നനക്കാതെയും കൈ പൊള്ളിക്കാതെയും വളരെ സോഫ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഞ്ഞി പോലൊരു നൂലപ്പവും തനി നാടൻ രീതിയിൽ മല്ലിയും മുളകൊക്കെ വറുത്തരച്ച നല്ലൊരു മുട്ടക്കറിയും കൂടിയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന മുട്ടക്കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും ഉച്ച ഊണിനും വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാര് നമുക്കുണ്ടാക്കി തന്നിരുന്ന അതേ ഒരു രുചിയിലാണ് ഞാൻ ഈ പാചകം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇടിയപ്പം തയ്യാറാക്കാനാണെങ്കിലോ കൈയൊന്നും വേദനിക്കാതെയും വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറക്കിയെടുക്കാനും പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ മാവ് ഇന്ന് കുഴച്ചെടുക്കുന്ന രീതിയാണെങ്കിലോ കൈ പോലും തൊടാതെയാണ് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാനും സാധിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കൂടി തന്നെന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നാടൻ രീതിയിൽ തയ്യാറാക്കിയ മുട്ടക്കറിയും അതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റായ ഇടിയപ്പവും തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് അളവാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൈസ് വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കണം. ഇനി നമുക്ക് പൊടിയെ ഒന്ന് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ പൊടിയിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ പൊടിയെ നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ടും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയെ ഒന്ന് അടുപ്പിലേക്ക് മാറ്റാം. പൊടിയെ അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ ഇടിയപ്പത്തിന്റെ പൊടി ഇതേ ഒരു രീതിയിലാണ് നിങ്ങൾ കുഴച്ചെടുക്കുന്നതെങ്കിൽ കൈ ഒരു തരി പോലും പൊള്ളാതെയും കുഴച്ച് കഷ്ടപ്പെടാതെയും നമുക്ക് നല്ല സോഫ്റ്റ് ഇടിയപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റും. പൊടിയെ ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം വറുത്ത അരിപ്പൊടി ഇല്ലെങ്കിൽ പോലും പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് ഇതുപോലെ നമുക്ക് പൊടിയെ കുഴച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തന്നെ നിങ്ങൾക്ക് ഇടിയപ്പം തയ്യാറാക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ പൊടി നല്ല കട്ടിയായിട്ട് തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലവണ്ണം ഉരുണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് പൊടിയെ ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊടിയെ മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പാനിന്റെ ചൂട് വെച്ചിട്ട് ഈ ഒരു പൊടിയൊന്ന് ഡ്രൈ ആയി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൊടിയെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ പൊടിയെ മാറ്റി വെച്ച് അതിനെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് മുട്ടക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വീണ്ടും വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായി വന്നു. ഞാനിതിലേക്ക് അരമുറി നാളികേരം കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 5 കാശ്മീരി മുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർക്കുവാണ്. കാശ്മീരി മുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വറ്റൽ മുളക് ഒരു 7 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തേങ്ങയൊന്ന് നല്ല പോലെ മുരിയിച്ചെടുക്കണം. തേങ്ങയെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവില് കുരുമുളകും 1 സ്പൂൺ അളവില് പെരിഞ്ചീരകവും 2 കൊച്ചു കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവില് മുഴുവൻ മല്ലി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവശം മുഴുവൻ മല്ലിയും വറ്റൽമുളകും ഇല്ലെങ്കിൽ 1.5 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ അളവില് എരിവുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മുരിയിച്ച് വറുത്തെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നു. ഞാനിതിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ മസാലകളുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മെറൂൺ കളറിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചുകൂടെ വെക്കണം. തേങ്ങയെ തണുക്കാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ ചൂടായും വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ 1/2 സ്പൂൺ അളവില് കടുക് ചേർത്തൊന്ന് പൊട്ടിക്കണം. കടുകും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർക്കാം.
വറവെല്ലാം നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. സവാളയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയെ ചേർത്തൊന്ന് വഴറ്റുമ്പോൾ സവാള നല്ല സോഫ്റ്റായി വരികയും അതുപോലെ കളറൊക്കെ മാറി നല്ല മെറൂൺ കളറിലേക്ക് ആയി വരുന്നത് വരെയുമാണ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ അരപ്പിനെ അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അരപ്പ് ചേർത്ത് ഒന്നുകൂടി നമുക്കിതിലിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അരപ്പ് നല്ലപോലെ വഴണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കൊരു 3 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങിനെ നിങ്ങൾക്ക് പുഴുങ്ങാതെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കറിയെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഇതിനെ പുഴുങ്ങി ചേർത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് വീണ്ടും അരപ്പിനെ ഒന്നുകൂടെ വഴറ്റി കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അരപ്പിനെ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ തന്നെ മസാലയിലെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്നതാണ്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്തും നമ്മുടെ മസാല നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള മസാലയുടെ അളവിനനുസരിച്ചായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറിയെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ തിളച്ച് ഒന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വരാനും വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കണം. ഈ സമയത്ത് ഞാനൊരു 5 മുട്ട പുഴുങ്ങി ഒന്ന് കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന കറിയെ ഒന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകിയിരിക്കുന്ന പാകത്തിനാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയെ കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് താത്തിയതിന് ശേഷം നമുക്ക് കറിയെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡിയാണ്. ഇനി കറിയെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇടിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു തട്ടിൽ തേങ്ങ നിരത്തി കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇതുപോലുള്ള ഹോളുള്ള തട്ടിലാണ് ഇടിയപ്പത്തിനെ കറക്കി എടുക്കാൻ പോകുന്നത്. തട്ടിലേക്ക് തേങ്ങ നിരത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഇടിയപ്പത്തിനെ പിഴിഞ്ഞിടാവുന്നതാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് നമുക്ക് ഇടിയപ്പത്തിന് ഇവിടെ പിഴിഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യ തട്ടിലേക്ക് മാവ് പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ തട്ടും നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ മാവ് തയ്യാറാക്കുവാണെങ്കിൽ ഇടിയപ്പത്തിനെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കറക്കിയെടുക്കാം. ആദ്യ തട്ടിനെ കറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ആവി വരുന്ന അപ്പച്ചപ്പിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാത്രം മൂടിയിട്ട് ഒരു 3 മിനിറ്റ് നേരം നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാത്രം തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വെന്ത് വന്നിട്ടുള്ള ഇടിയപ്പത്തിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു മൺപാത്രത്തിലേക്ക് വാഴയില വെച്ചിട്ട് അതിലേക്കാണ് ഇടിയപ്പത്തിനെ മാറ്റുന്നത്. അപ്പോൾ കണ്ടല്ലോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയല്ലേ നമ്മൾക്ക് ഈ ഇടിയപ്പത്തിനെ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആണ്. കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിപ്പോകും വിധത്തിലാണ് ഇടിയപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇതിനെ വേവിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കൂട്ടുകാരെ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മുട്ടക്കറി ഇതുപോലെ തയ്യാറാക്കുവാണെങ്കിൽ രാവിലെ മാത്രമല്ല കേട്ടോ, ഉച്ചയ്ക്ക് നമുക്ക് ഉച്ച ഊണിനും എടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ നല്ലൊരു പഞ്ഞി ഇടിയപ്പവും ഇതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള നല്ല വറുത്തരച്ച മുട്ടക്കറിയും നമുക്ക് ഈസി ആയിട്ട് ഇനി എല്ലാവർക്കും തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ഒന്നാണ് മുട്ടക്കറി, മുട്ട റോസ്റ്റ്. ഇനി നിങ്ങൾ മുട്ടക്കറിയെ തയ്യാറാക്കുമ്പോൾ ഇതേ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇതുപോലൊരു മുട്ടക്കറിയെ നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ നമ്മൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന സവാളയുടെ അളവ് കൂടുന്നതനുസരിച്ച് മുട്ട റോസ്റ്റ് പെട്ടെന്ന് തന്നെ കേടായി പോവാനൊക്കെ സാധ്യതയുണ്ട്. ഈ ഒരു കറിയെ പിറ്റേ ദിവസത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ ചൂടാക്കി കഴിക്കാവുന്നതാണ്.
അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു ഇടിയപ്പത്തിന് ഇതേ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നാത്ത രീതിയിലായിരിക്കും ഇടിയപ്പത്തിൻ്റെ പാചകവും. ഇനിയിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തപ്പെടുന്നത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.